കഠിനമായ വേനൽക്കാലമായിരുന്നു അത്. കാട്ടിലെ ഏറ്റവും വലിയ കുളം വറ്റിപ്പോയിരുന്നു. ദാഹം കാരണം മൃഗങ്ങളുടെ ജീവൻ അപകടത്തിലായിരുന്നു. എന്നാൽ ഈ ഭയാനകമായ സാഹചര്യത്തിലും ഒരു മൃഗം യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഈ കഠിനമായ ചൂടിൽ എഴുന്നേറ്റ് എന്തെങ്കിലും പണിയെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മടിയെ കെട്ടിപ്പിടിച്ച് പുതപ്പിനുള്ളിൽ കുറച്ചു നേരം കൂടി സ്വപ്നലോകത്ത് വിഹരിക്കാൻ ഞാൻ പോവുകയാണ്. വറ്റിയ കുളത്തിന്റെ തീരത്ത് കാട്ടുരാജാവായ ഷേർഖാൻ ഒരടിയന്തര യോഗം വിളിച്ചു. അവിടെ ചതുര, കുറുക്കൻ, ചമ്പക്, കുരങ്ങൻ, നീലം, പക്ഷി എന്നിവരെത്തി. അപ്പോഴാണ് ഒരു കൂർക്കമ്പലി ശബ്ദം മുഴങ്ങിയത്. അത് മടിയനായ കഴുത ഘസീദാറാമായിരുന്നു. അവനൊരു മരത്തിന്റെ ചുവട്ടിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. ഘസീദാറാം, എഴുന്നേൽക്കടാ വിഡ്ഢി! കാട് മുഴുവൻ ദാഹം കൊണ്ട് മരിക്കുകയാണ്. നീ ഇവിടെ കിടന്നുറങ്ങുകയാണോ? ഘസീദാറാം ഒരു കണ്ണു മാത്രം തുറന്ന് ഷേർഖാനോട് പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, മരിക്കുകയാണെങ്കിൽ പിന്നെന്തിന് ഓടി നടന്നു മരിക്കണം? സമാധാനമായി ഉറക്കത്തിൽ മരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം. ഞാൻ സ്വപ്നത്തിൽ കരിമ്പിൻ ജ്യൂസും തണുത്ത വെള്ളവും കുടിക്കുകയായിരുന്നു. നിങ്ങളെന്നെ ഉണർത്തി എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ദേഷ്യത്തോടെ ചമ്പക കുരങ്ങൻ ഘസീദാറാമിനോട് പറഞ്ഞു. എടാ മടി പിടിച്ച കഴുതപ്പെട്ടി, വെള്ളം കിട്ടിയില്ലെങ്കിൽ നിന്റെ ഈ സ്വപ്നം എന്നേക്കുമായി അവസാനിക്കും. വല്ല പണിയും ചെയ്യ്. മഹാരാജാവേ, ചമ്പക പറയുന്നത് ശരിയാണ്. ഞാൻ വടക്ക് മുതൽ തെക്ക് വരെ എല്ലാം പരിശോധിച്ചു. ഭൂമിക്കടിയിൽ ഒരിറ്റ് ഈർപ്പം പോലുമില്ല. ഇനി നമ്മൾ പുതിയതായി എന്തെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മഹാരാജാവേ, കാടിനപ്പുറം മനുഷ്യർ വെള്ളമെടുക്കാൻ പുതിയ മാർഗം കണ്ടെത്തിയതായി ഞാൻ കേട്ടു. അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ മനുഷ്യരുടെ അതിർത്തി വരെ ഒന്ന് പറന്നു നോക്കട്ടെ. ഞാൻ വെള്ളം കണ്ടെത്തി വരാം. നീലം, ഇത് വളരെ അപകടകരമാണ്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. നീ ആകാശത്തു നിന്ന് തിരയുക. ചമ്പക്, നീ മരങ്ങളുടെ വേരുകൾക്കിടയിൽ നോക്കുക. ചതുര, നീ പഴയ ഗുഹകളിൽ പോയി നോക്കുക. ഘസീദാറാം, നീ മണ്ണ് കുഴിച്ചു നോക്കൂ, എവിടെയെങ്കിലും ഈർപ്പമുണ്ടോ എന്ന്. മണ്ണ് കുഴിക്കാനോ? മഹാരാജാവേ, എന്റെ കുളമ്പുകൾ തേഞ്ഞു പോകും. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എല്ലാവരും വെള്ളം തേടി ഇറങ്ങി. ഘസീദാറാം നിലം കുഴിക്കുന്നതായി കുറച്ച് അഭിനയിച്ചിട്ട് വീണ്ടും ഉറങ്ങി. അപ്പുറത്ത് നീലം കഠിനമായ ചൂടുകാറ്റിലൂടെ പറന്നു നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൾ നീല നിറത്തിലുള്ള ചില്ലുകൾ കണ്ടത്. അവ സോളാർ പാനൽസ് ആയിരുന്നു. താഴെ ഒരു യന്ത്രമുണ്ടായിരുന്നു. അതിൽ നിന്നും വെള്ളം തുള്ളികളായി ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. വെള്ളം! ഇതൊരു മനുഷ്യനിർമ്മിത അത്ഭുതം തന്നെ. എനിക്ക് എല്ലാവരെയും അറിയിക്കണം. നീലം തന്റെ ബാക്കിയുള്ള കരുത്തെല്ലാം സംഭരിച്ച് തിരിച്ചെത്തി. അവൾ ഷേർഖാനോടും മറ്റു മൃഗങ്ങളോടും ആ ഇരുമ്പ് യന്ത്രത്തെക്കുറിച്ചും ചതുരശ്ര ആകൃതിയുള്ള ചില്ലുകളെക്കുറിച്ചും പറഞ്ഞു. എല്ലാ മൃഗങ്ങളും ഉടൻ തന്നെ ആ ദിശയിലേക്ക് പോകാൻ തയ്യാറായി. എഴുന്നേൽക്ക് ഘസീദാറാം, നമുക്ക് 5 മൈൽ ദൂരെ പോകാനുണ്ട്. നീലത്തിന് വെള്ളം കിട്ടിയിരിക്കുന്നു. 5 മൈലോ? മഹാരാജാവേ, എന്റെ കാലിൽ നേരത്തെ തന്നെ കുമിളകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ. എന്റെ വിഹിതം വെള്ളം ഒരു ഇലയിൽ എടുത്തുകൊണ്ടുവന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കാം. നീ ഇപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇന്നത്തെ എന്റെ ഉച്ചഭക്ഷണം നീ ആയിരിക്കും. ഷേർഖാന്റെ ഗർജനം കേട്ടതോടെ ഘസീദാറാമിന്റെ മടിയെല്ലാം പമ്പ കടന്നു. അവൻ പേടിച്ച് വിറച്ച് എല്ലാവർക്കും മുന്നിലായി ഓടി. അയ്യോ, ഇന്ന് ഷേർഖാൻ എന്നെ ശരിക്കും തിന്നുവോ? അവർ ആ സ്ഥലത്തെത്തിയപ്പോൾ അതൊരു സോളാർ വാട്ടർ പമ്പാണെന്ന് അവർ കണ്ടു. എന്നാൽ ചില്ലുകളെ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നതിനാലും വെള്ളം തുള്ളികളായി മാത്രമേ വീഴുന്നുണ്ടായിരുന്നുള്ളൂ. ചുവന്ന നിറത്തിലുള്ള വലിയ ചക്രം അടഞ്ഞുകിടന്നിരുന്നതിനാലും ഇവിടെ വെറും തുള്ളികൾ മാത്രമേ ഉള്ളൂല്ലോ. നീലം, നീ ഞങ്ങളെ പറ്റിച്ചോ? നിൽക്കൂ, മനുഷ്യ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ഇതിനെ സോളാർ പമ്പ് എന്നാണ് പറയുന്നത്. ഈ ചില്ലുകൾ സൂര്യപ്രകാശം കുടിക്കുകയും ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ ഈ ചില്ലുകളിൽ പൊടി പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവയ്ക്ക് വെയിൽ കുടിക്കാൻ പറ്റുന്നില്ല. പൊടിയോ? ഞാനിപ്പോ ശരിയാക്കി തരാം. കുരങ്ങൻ തന്റെ മുഴുവൻ വേഗതയിലും പാനലിന് മുകളിൽ കയറി നിമിഷങ്ങൾക്കുള്ളിൽ കൈകൾ കൊണ്ടും വാലുകൊണ്ടും പൊടിയെല്ലാം തുടച്ചുമാറ്റി. തെളിഞ്ഞ പാനലുകളിൽ വെയിലടിച്ച ഉടൻ തന്നെ യന്ത്രത്തിനുള്ളിൽ നിന്ന് ഗഡ് ഗഡ് എന്ന വലിയ ശബ്ദം കേട്ടു തുടങ്ങി. അപ്പോൾ കുറുക്കൻ യന്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്ന വലിയ പൈപ്പ് കണ്ടു. യന്ത്രം ഉണർന്നു. പക്ഷേ വെള്ളം കുളം വരെ എത്തിക്കാൻ ഈ വലിയ പൈപ്പ് വലിച്ച് നമുക്ക് ആ വറ്റിയ കുടി വരെ എത്തിക്കണം. ഘസീദാറാം, നിന്റെ സമയം വന്നിരിക്കുന്നു. നിന്റെ കരുത്താണ് ഈ കാട്ടിൽ ഏറ്റവും വലുത്. ഈ വലിയ പൈപ്പ് പിടിച്ചു വലിക്കൂ. ഞാനോ മഹാരാജാവേ? ഞാൻ വളരെ അവശനാണ്. എന്റെ നടുവിനും വേദനയുണ്ട്. ഞാൻ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഘസീദാറാം, മടിയിന്ന് നിന്റെ ജീവൻ എടുക്കും. ഒന്നുകിൽ പൈപ്പ് വലിക്കൂ, അല്ലെങ്കിൽ എന്റെ വിശപ്പടക്കൂ. മരിക്കാൻ കിടക്കുന്നവൻ എന്തു ചെയ്യില്ല? ഘസീദാറാം പല്ലുകൊണ്ട് പൈപ്പ് കടിച്ചു പിടിച്ച് സർവശക്തിയും എടുത്ത് വലിച്ച് ആ വറ്റിയ കുഴി വരെ എത്തിച്ചു. മിടുക്കൻ ഘസീദാറാം. ഇനി മഹാരാജാവേ, ഈ ചുവന്ന ചക്രം ഒന്ന് തിരിക്കണം. ഇതിൽ നല്ലപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും പുറകോട്ട് മാറും. ഷേർഖാൻ തന്റെ കൂറ്റൻ നഖങ്ങൾ ഉപയോഗിച്ച് സർവബലവും എടുത്ത് ആ വാൽവ് ഒരൊറ്റ തിരി തിരിച്ചതും പൈപ്പിലൂടെ തണുത്തതും ശുദ്ധവുമായ മധുരജലം ശക്തിയായി പുറത്തേക്കൊഴുകി. നോക്കി നിൽക്കെ ആ കുഴി ഒരു കുളമായി മാറി. ആദ്യത്തെ നീർത്തുള്ളികൾ നേരെ ഘസീദാറാമിന്റെ മുഖത്താണ് പതിച്ചത്. ആഹ്, എന്ത് തണുത്ത വെള്ളം! എന്റെ അധ്വാനം വിജയിച്ചു. മഹാരാജാവേ, കണ്ടോ എന്റെ കരുത്തിന്റെ കളി? അതെ അതെ, ഷേർഖാന്റെ ഗർജനമാകുന്ന ബൂസ്റ്റർ കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും അവിടെ കിടന്നുറങ്ങുമായിരുന്നു. എല്ലാവരും ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഇന്ന് എല്ലാവരുടെയും ജീവൻ രക്ഷിക്കപ്പെട്ടു. നീലത്തിന്റെ ധൈര്യവും ചതുരയുടെ ബുദ്ധിയും ചമ്പക്കിന്റെ വേഗതയും ഘസീദാറാമിന്റെ കരുത്തും അത്ഭുതം കാണിച്ചിരിക്കുന്നു. ഓർക്കുക, മടി ഉപേക്ഷിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല. അന്ന് എല്ലാവരും മതിവരുവോളം വെള്ളം കുടിച്ചു. ഐക്യവും ആധുനിക സാങ്കേതിക വിദ്യയുമാണ് പ്രതിസന്ധികൾക്കുള്ള പരിഹാരമെന്ന് എല്ലാവരും പഠിച്ചു. ഘസീദാറാമോ? അവൻ പകൽ ഉറങ്ങുന്നത് തന്നെ നിർത്തി. കുറഞ്ഞ പക്ഷം ഷേർഖാന്റെ മുന്നിലെങ്കിലും.